ഫ്രണ്ട്സ്, വെൽക്കം ടു FM മെഡോണ 39.25. പറയാം പാടാം കേട്ടു രസിക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ RJ ഡാനിയ വി. 4th ഡേ. ഇന്നലെ മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ നിങ്ങൾ കേട്ടില്ലേ? ഓരോ സങ്കല്പയാത്രകളിലും ആകാംക്ഷയുടെ സുഖമുണ്ട്. മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന കഥയിലെ ആശയം സങ്കല്പയാത്രയിൽ പോലും അപ്രതീക്ഷിതമായ കാര്യം സംഭവിക്കാം എന്ന ആശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിൾ കടയിൽ നിന്ന് സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനെ കാണാൻ പോയ ഒരു കൊച്ചുകുട്ടിയുടെ യാത്രാവിശേഷം നമുക്കൊന്ന് കേട്ടാലോ? മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം, എങ്ങനെയാ മോനെ ചന്ദ്രനിലേക്ക്? എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. വെള്ളില്ല മോനെ, നാവുണ്ട് ചേട്ടാ, ബ്രേക്കില്ല മോനെ. കാലുണ്ട് ചേട്ടാ, ടയറില്ല മോനെ. ചിറകുണ്ട് ചേട്ടാ, എന്നാലെടുത്തോ, പോയി വരാട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി, ആഞ്ഞു കുതിച്ചപ്പോ തെങ്ങുമ്മ കേറി, അവിടെന്നും ചവിട്ടി ആകാശം കേറി. അവിടൊരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. പിടിവിട്ടു വീണു, പരിക്കെന്നു പറ്റി, കാലൊന്നുളുക്കി, എടുത്തിട്ടു പോണം. അങ്ങനെയാട്ടെ. എന്താണ് പേര്? ചന്ദ്രനെന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിളു ചവിട്ടാൻ. കൂട്ടുകാരെ, ചില കവിതകൾ നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിക്കും. ചിലത് ചിരിപ്പിക്കും, മറ്റു ചിലത് ചിന്തിപ്പിക്കും. PP രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത അത്തരത്തിലുള്ളതാണ്. ലോകം വലുതാണ്, പക്ഷേ കാണാൻ അതിലും വലിയ സൗന്ദര്യമുണ്ട്. ഓരോ യാത്രയും ഒരു പുതിയ ഓർമ്മയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരി ശ്രീതു അവളുടെ യാത്രാ വിവരണം വായിക്കുന്നത് കേട്ടാലോ? കഴിഞ്ഞ അവധിക്കാലത്ത് ഞാൻ കുടുംബത്തോടൊപ്പം ഊട്ടിക്ക് യാത്ര പോയി. രാവിലെ തന്നെ ഞങ്ങൾ കാറിൽ യാത്ര തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചുറ്റും പച്ചപ്പുള്ള മലകളും നീളുന്ന പാതകളും കാണാൻ തുടങ്ങി. കാറിൻ്റെ ജനാലയിൽ നിന്ന് തണുപ്പുള്ള കാറ്റു വീശി വന്നതോടെ യാത്ര കൂടുതൽ രസകരമായി. വഴിയിലുടനീളം ആനകൾ, കുരങ്ങുകൾ, പശുക്കൾ തുടങ്ങിയ മൃഗങ്ങളെ കാണാൻ സാധിച്ചു. ആ കാഴ്ചകളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി. ഊട്ടിയിലെത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് ബോട്ടിങ്ങിനായിരുന്നു. അവിടെ ഞങ്ങൾ ബോട്ടിൽ കയറി തടാകം ചുറ്റി. തണുത്ത കാറ്റും വെള്ളത്തിൻ്റെ മൃദുവായ ശബ്ദവും മനസ്സിനെ വളരെ സന്തോഷിപ്പിച്ചു. സന്ധ്യാസമയത്ത് മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മുഴുവൻ നഗരം ചെറുതായി ബൾബുകൾ തെളിഞ്ഞ മനോഹര കാഴ്ചയായി കാണപ്പെട്ടു. ആ കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല. ഊട്ടിയിലെ യാത്ര എനിക്ക് വളരെ പ്രത്യേകമായ അനുഭവമായിരുന്നു. പുതിയ സ്ഥലങ്ങൾ, തണുത്ത കാലാവസ്ഥ, മനോഹര കാഴ്ചകൾ എല്ലാം ചേർന്ന് ഈ യാത്ര എൻ്റെ മനസ്സിലൊരു മനോഹര ഓർമ്മയായി എന്നും നിലനിൽക്കും. ശ്രുതിവിൻ്റെ യാത്രാ വിവരണം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ? നിങ്ങളും നിങ്ങളുടെ യാത്രയെപ്പറ്റി ഒന്ന് എഴുതി നോക്കൂ. ലളിതമായ ഭാഷയിൽ നിങ്ങൾ യാത്രയിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എഴുതി തയ്യാറാക്കൂ. നിങ്ങളുടെ അധ്യാപകരെ കാണിക്കാൻ മറക്കല്ലേ. മറ്റൊരു യാത്രാവിശേഷവുമായി അടുത്ത ദിവസം കാണുന്നതുവരെ ദിസ് ഈസ് RJ ഡാനിയ സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25. പറയാം പാടാം കേട്ടു രസിക്കാം.